നമസ്കാരം. CMRL എക്സാലോജിക് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ മിന്നൽ റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയനും CPM-നുമെതിരെ കടുത്ത രാഷ്ട്രീയ പ്രഹരവുമായി ആഭ്യന്തര പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവർക്കെതിരെ കഴിഞ്ഞ 10 വർഷമായി ഒരൊറ്റ വാക്ക് പോലും മിണ്ടാൻ ധൈര്യമില്ലാത്ത പിണറായി വിജയൻ കേന്ദ്ര ഭരണാധികാരികളെ ഇപ്പോഴും ഭയപ്പെടുകയാണ് എന്ന് അനിൽകുമാർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തനിക്കെതിരെയും മകൾക്കെതിരെയും കേന്ദ്ര ഏജൻസിയുടെ ഇത്രയും വലിയൊരു അന്വേഷണവും റെയ്ഡും നടന്നിട്ടും പ്രധാനമന്ത്രിക്കെതിരെ ഒരു വിരൽ ചൂണ്ടാൻ പോലും പിണറായി വിജയൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. റെയ്ഡ് കഴിഞ്ഞ ശേഷം വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടപ്പോഴും കേന്ദ്ര നേതൃത്വത്തെ വിമർശിക്കാൻ അദ്ദേഹം ഭയപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി അദ്ദേഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഭയം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്ന് ഈ നിലപാടിലൂടെ വ്യക്തമാണ് എന്ന് മന്ത്രി പരിഹസിച്ചു. ദേശീയ തലത്തിൽ കേന്ദ്ര ഏജൻസികളെയും ED-യെയും മുൻനിർത്തിക്കൊണ്ടുള്ള BJP-യുടെ രാഷ്ട്രീയ വേട്ടയാടലുകൾക്കെതിരെ നെഞ്ചു വിരിച്ചുകൊണ്ട് നിന്ന് പോരാടുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ്. അല്ലാതെ ഇരട്ടത്തപ്പ് നയം സ്വീകരിക്കുന്ന CPM അല്ല എന്ന് മന്ത്രി AP അനിൽകുമാർ ഓർമ്മിപ്പിച്ചു. വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയായിരുന്നു ED-യുടെ നീക്കം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ ED-യുടെ അന്വേഷണവും സമൻസും എല്ലാം തന്നെ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിയ ഹൈക്കോടതി ഉത്തരവ് കൊച്ചി ED ഓഫീസിൽ ലഭിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി 8-ന് ശേഷം മാത്രമാണ്. ആ ഒരൊറ്റ രാത്രി കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച നിർണായകമായ റെയ്ഡിന് ED തീരുമാനമെടുത്തത്. അതിവേഗത്തിലുള്ള ഈ തീരുമാനത്തിന് പിന്നിൽ കൃത്യമായ ചില സമയക്കൂട്ടുകൾ ED കണക്ക് കൂട്ടിയിരുന്നു. വിധി വന്നതിന് തൊട്ടടുത്തുള്ള 2 ദിവസം ഹൈക്കോടതി അവധിയാണ് എന്ന പെർഫെക്റ്റ് ടൈം ആയിരുന്നു ഈ അർദ്ധരാത്രി ഓപ്പറേഷന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. കോടതി അവധിയായതിനാൽ തന്നെ പ്രതിഭാഗത്തിന് പെട്ടെന്ന് മറ്റ് നിയമ നടപടികളിലേക്ക് നീങ്ങാൻ കഴിയില്ല എന്ന് ED ഉറപ്പിച്ചു. കേരളത്തിലും ബംഗളൂരുവിലുമായി 10 ഇടങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് പ്ലാൻ ചെയ്തത്. ഇതിനായി ഡൽഹിയിലെ ED ആസ്ഥാനത്ത് നിന്നും അടിയന്തര അനുമതി വാങ്ങുകയും 50-ലേറെ ഉദ്യോഗസ്ഥരെ വിവിധ സംഘങ്ങളായി തിരിച്ച് ഒരുക്കുകയും വേണമായിരുന്നു. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് കോടതി ഉത്തരവ് കിട്ടിയത് മുതൽ ബുധനാഴ്ച രാവിലെ 7-ന് റെയ്ഡ് തുടങ്ങും വരെയുള്ള ആ 11 മണിക്കൂറുകൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായിരുന്നു. റെയ്ഡ് വിവരം ചോർന്നാൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിരോധവും തെളിവ് നശിപ്പിക്കലും ഉണ്ടാകുമെന്ന് ED സംഘം മുൻകൂട്ടി കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചി ഓഫീസിലെ വളരെ ചുരുക്കം ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇതിന്റെ പൂർണ്ണ രൂപം അറിയാമായിരുന്നത്. 2 വർഷം മുൻപാണ് CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാടിൽ ED-യുടെ അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്ന ഹർജി ഹൈക്കോടതിയിൽ വരുന്നത്. CMRL-ന്റെയും ഉദ്യോഗസ്ഥരുടെയും ആ ഹർജി ദീർഘനാളത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഹൈക്കോടതി തള്ളിയത് ചൊവ്വാഴ്ചയായിരുന്നു. ഉത്തരവിന്റെ പകർപ്പ് ഔദ്യോഗികമായി കൈപ്പറ്റാൻ രാത്രി വൈകുന്നതുവരെ ED സംഘത്തിന് കാത്തിരിക്കേണ്ടി വന്നു. നിയമപരമായ തടസ്സങ്ങൾ നീങ്ങിയതോടുകൂടി ED കൊച്ചി ഓഫീസിലെ യൂണിറ്റ് 4-ന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ S സിമിയുടെ നേതൃത്വത്തിലായിരുന്നു മിന്നൽ നീക്കങ്ങൾ ഏകോപിപ്പിച്ചത്. CMRL കമ്പനിയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് സ്റ്റേ വാങ്ങാനുള്ള സാധ്യതകൾ ഏറെയായിരുന്നു. ഈ കണക്കുകൂട്ടലിലാണ് അവർ ഹൈക്കോടതിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അതിവേഗത്തിലുള്ള റെയ്ഡ് ED ആസൂത്രണം ചെയ്തത്. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് സമ്പാദിക്കാൻ പ്രതിഭാഗത്തിന് സമയം നൽകരുത് എന്നത് തന്നെയായിരുന്നു ED-യുടെ തന്ത്രം. അതിനുമപ്പുറം കേസ് നടപടിക്രമങ്ങളുടെ ഭാഗമായി അന്വേഷണ പരിധിയിലുള്ള വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തൽ കൂടി ഈ റെയ്ഡിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു.